Hi friends, welcome back to our channel. അപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു ഡൈകാസ്റ്റ് മോഡൽ തന്നെയാണ്. എൻ്റെ കളക്ഷനിലേക്ക് ഒരു രണ്ട് വാഹനം കൂടി. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് മഹേന്ദ്രന്റെ കളക്ടബിൾസ് നിന്നാണ്. മഹേന്ദ്രന്റെ കളക്ടബിൾസിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. അപ്പോൾ ഇത് എനിക്കൊരു ഓഫറിൽ കിട്ടിയിട്ടുള്ളതാണ്. ഓഫർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രന്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര നല്ല രീതിക്കുള്ള പാക്കിങ്ങിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് വലിച്ച് കുറച്ച് പിന്നെ നോക്കി നോക്കാം. അതായത് ശരിക്കും ഇതിന്റെ ഓരോ പ്രൊഡക്റ്റിനും 549 രൂപ വരുന്നുണ്ട്. ആ ഒരു ഓഫർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ അങ്ങനെയുള്ള ഒരു ഓഫർ ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ tuv300 ആണ്. അടുത്തൊരു മോഡൽ എന്ന് പറയുന്ന kuv100 ആണ്. അങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ആണ് നമുക്കുള്ളത്. നമുക്ക് എന്തായാലും രണ്ടിലൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മഹേന്ദ്ര കളക്ടബിൾസിലെ 4ാമത്തെ ടോയ്സ് ആണിത്. അപ്പോൾ രണ്ടും ഞാൻ റെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു tuv300 അതുപോലെ തന്നെ ഒരു kuv100. അപ്പോൾ ഇതിനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ബോക്സ് തന്നെ നോക്കാം. ബോക്സിൻ്റെ ഉള്ളിലത്തേക്ക് പുറത്തെടുത്തു എന്നാലും കുഴപ്പമില്ല. സ്കെയിൽ മോഡൽ 1:32 റേഞ്ചാണ്. അതുപോലെ തന്നെ tuv300 മഹേന്ദ്ര കളക്ടബിൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഡോർ ഓപ്പണ്, ബോണറ്റ് ഓപ്പണ് കാര്യങ്ങൾ, ഹെഡ് ലാമ്പ്, അതുപോലെ പുൾ ബാക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് ഒരു സൈഡിൽ മഹീന്ദ്ര റൈസ് എന്നും അതുപോലെ അടുത്ത സൈഡിൽ അതിൻ്റെ tuv300 എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബോക്സിലുള്ളത്. അടുത്തായിട്ട് നമ്മളുടെ kuv100ൻ്റെയും അതുപോലെ തന്നെ സെയിം രീതിക്ക് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 32 സ്കെയിലാണ്. അതുപോലെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ രണ്ടും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ആദ്യം നമ്മളുടെ tuv എടുത്ത് നോക്കാം. tuv-ൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഡീറ്റെയിലിംഗ് തന്നെയുള്ളൂ. അങ്ങനെ ഭയങ്കര രീതിക്ക് എന്നുള്ളതൊന്നും പറയാനില്ല. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം ഒരു ആവറേജ്, എന്നാലും അതിൻ്റെ ഒറിജിനലിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്ക് ഭാഗവും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ സൈഡ് ഭാഗവും കുഴപ്പമില്ല. ഡോറ് കാര്യങ്ങൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതിലെ ഫ്ലാഷ് ഒന്ന് ഓണാക്കട്ടെ. ഡോറ് കാര്യങ്ങൾ ഓണാക്കിയാൽ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഡീറ്റെയിലിംഗേ ഉള്ളൂ. ഭയങ്കര ഒരു വാവ് എന്ന് പറയാനുള്ള ഒരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ബാക്കിലെ ഡോറും ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കിലെ ഡോർ പാഡ് അങ്ങനെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നുമില്ല. ബാക്കിൽ നമ്മളുടെ ബൂട്ട് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും അങ്ങനെ ഡീറ്റെയിൽ ഒന്നുമില്ല. എങ്കിലും കമ്പാരിറ്റീവ്ലി നമുക്കൊരു കളക്റ്റബിൾ എന്നുള്ള നിലയ്ക്ക്, അതായത് ഈ ഒരു പ്രൈസിൻ്റെ നിലയിൽ നമുക്ക് ഓക്കെ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഫ്ലാഷ് ഒന്ന് ഓഫാക്കിയതാണ്. ഓവറോളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള ഒരു സ്കെയിൽ മോഡലാണ്. മെറ്റൽ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്. ഓക്കെ, എനിക്കൊന്നും കൂടി ഇഷ്ടമായൊരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് kuv100. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള LED അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ kuv എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി മെറ്റൽ തന്നെയാണ്. പിന്നെ രണ്ടിൻ്റെ പെയിൻറ്റിങ് ഒന്നാട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെയും ബാക്കിലെ ഡിക്കി കാര്യങ്ങൾ ഓപ്പൺ ആവും. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈൽ ലാമ്പ് കാര്യങ്ങൾ പ്ലാസ്റ്റിക്കാണ്. ബോഡി മെറ്റലാണ് കേട്ടോ. ബാക്ക് ഡോർ തുറക്കാൻ കഴിയില്ല. ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഡീറ്റെയിലിങ്ങിനെ ഇതിലും കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഈ രണ്ടിൻ്റെയും താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഉണ്ട്. ഇതിനങ്ങ് വലിച്ച് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഹെഡ് ലാമ്പ് കാര്യങ്ങൾ കത്തും. അപ്പോൾ ചെറിയൊരു മെക്കാനിസമാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ്. ഇതാ ഇവിടെ പ്ലാസ്റ്റിക് വരുന്നുണ്ട്, അതൊന്ന് ഊരി ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ടോ രണ്ടിൻ്റെ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഈ 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഏകദേശം അത്രയൊക്കെ തന്നെയുള്ളൂ. ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരു കളക്റ്റബിൾ കളക്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അൺബോക്സിങ് ചെയ്തു എന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർക്ക് എന്തായാലും മഹീന്ദ്രൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ സാധനം സെയിൽ ചെയ്യായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് ഏകദേശം നിന്നു തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ എന്നോട് മഹീന്ദ്ര താറ് ഒരുപാട് പേര് കൊടുക്കുന്നോ, ഡബിൾ പ്രൈസ് തരാമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊരിക്കലും സെയിൽ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. കാരണം ഞാനിത് അത്രയും കാര്യമായിട്ട് ഞാൻ വാങ്ങുന്ന കുറച്ച് കളക്റ്റബിൾസ് ആണ്. അപ്പോൾ എന്തായാലും ഞാനത് സെയിൽ ചെയ്യില്ല. ഭൂരിഭാഗം കളക്ടേഴ്സും സെയിൽ ചെയ്യൽ ചാൻസ് വളരെ കമ്മിയായിരിക്കും. അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ സെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അത് പറ്റുന്ന ടൈമിൽ നിങ്ങൾ വാങ്ങി വയ്ക്കുക. അപ്പോൾ എന്തായാലും കിട്ടട്ടെ എന്നുള്ളത് ഞാനും ആശംസിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ബൈ.